നമസ്കാരം. ഇത് രാമായണ മാസമാണ്, കർക്കിടകം. രാമായണത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ രാമൻ്റെയും രാവണൻ്റെയും ഉദാഹരണം എടുത്തുകൊണ്ട് പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചുരുക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഇന്നത്തെ കാലത്ത് കേൾക്കുമ്പോൾ ഈ പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ ഇതെന്താ പുരുഷന്മാർക്ക് മാത്രമുള്ളതാണോ, സ്ത്രീകളോടുള്ള വിവേചനമല്ല ഇത് എന്നൊക്കെ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാരിക്ക് തോന്നുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത്, ഈ ആധ്യാത്മിക സാഹിത്യത്തിലെല്ലാം പുരുഷൻ എന്ന് പറയുമ്പോൾ അത് ആണ്, മെയിൽ എന്നുള്ള അർത്ഥത്തിലല്ല. പുരുഷയനേ ഇതി പുരുഷൻ. ഈ ശരീരം ഒരു നവദ്വാരങ്ങളുള്ള പുരമായിട്ടാണ് പറയുന്നത്. അതിൽ ശയിക്കുന്നവനാരോ അവനാണ് പുരുഷൻ. അത് ആണാകാം പെണ്ണാകാം, ജീവൻ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതുപോലെ പൂർണ്ണം അനേന ഇതി പുരുഷൻ എന്നൊരു അർത്ഥം പറയാറുണ്ട്. ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ പുരുഷ സൂക്തമൊക്കെ ഉണ്ടല്ലോ, അതിൽ പൂർണ്ണമായിട്ടിരിക്കുന്നവനാരോ, പൂർണ്ണതയുള്ളവൻ അവനാണ് പുരുഷൻ, അങ്ങനെയും പറയാറുണ്ട്. അല്ലാതെ ആൺ പെൺ വ്യത്യാസമല്ല ഇവിടെ എന്നുള്ളത് ആദ്യമായിട്ട് പറയട്ടെ. അപ്പോൾ ഈ പുരുഷാർത്ഥം എന്നുള്ളത് ഏതൊരു മനുഷ്യനും ഏതൊരു വ്യക്തിയും മനനശേഷിയുള്ള പരിണാമത്തിന് ഏറ്റവും മുകളിൽ എത്തി നിൽക്കുന്ന വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ഒരു ശ്രേഷ്ഠമായ മനുഷ്യജന്മത്തിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കേണ്ട കാര്യങ്ങളെ ചുരുക്കി നമുക്ക് 4 വിഭാഗത്തിൽ പെടുത്താം, 4 ഇതുകളായിട്ട് പെടുത്താം, 4 എണ്ണമായിട്ട് പറയാം. അവയാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ. ഇവയിൽ ആദ്യത്തേത് പ്രഥമ പുരുഷാർത്ഥം എന്ന് പറയുന്നത് ധർമ്മമാണ്. ധർമ്മമായിരിക്കണം അടിത്തറ. എന്താണ് ധർമ്മം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വീഡിയോ നമ്പർ 79. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കുന്നത് നന്നായിരിക്കും, കേട്ടിട്ടില്ലാത്തവർ. അപ്പോൾ ആ ധർമ്മത്തിൻ്റെ ബേസിസിൽ ഓരോ വ്യക്തിയെയും ഈ സമൂഹത്തെയും ഓരോ വ്യക്തിയുടെ അഭിവൃദ്ധിക്കും നിശ്രേയസത്തിനും ലൗകികമായ പുരോഗതിക്കും ആധ്യാത്മികമായ പുരോഗതിക്കും ഉതകുകയും അതേസമയം സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കുകയും സമൂഹത്തിൻ്റെയും കൂടി പുരോഗതിക്ക് സഹായകരമാവുകയും ചെയ്യുന്നതാണ് ധർമ്മം. വ്യക്തിയെയും സമൂഹത്തെയും എല്ലാ രീതിയിലുമുള്ള ഉന്നതിയിലേക്ക് നയിക്കുന്നതാണ് ധർമ്മം. എല്ലാത്തിനെയും കോർത്ത് ചേർത്ത് നിർത്തുന്നത് എന്താണോ അവയെല്ലാം ധർമ്മമാണ്. പല രീതിയിൽ ധർമ്മത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒരാൾക്ക് തന്നെ പല ധർമ്മങ്ങളുണ്ട്, അങ്ങനെ പല രീതിയിൽ പറയാം. അപ്പോൾ ഈ ധർമ്മമായിരിക്കണം അടിത്തറ. ബാക്കി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് കൂടുതൽ പറയുന്നത് അതിനെക്കുറിച്ച്. പ്രഥമ പുരുഷാർത്ഥമായ ധർമ്മത്തെ ബേസ് ചെയ്ത് നമുക്ക് അർത്ഥം സമ്പാദിക്കാം. അർത്ഥം എന്ന് വെച്ചാൽ പൈസ, എല്ലാവിധ സൗകര്യങ്ങൾ, എല്ലാവിധ ഐശ്വര്യങ്ങളൊക്കെ അർത്ഥത്തിൽ പെടുത്താം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അർത്ഥം രണ്ടാമത് വരുന്നത് മാത്രമാണ്. പുരുഷാർത്ഥത്തിൻ്റെ ഓർഡർ പ്രധാനമാണ്. ധർമ്മത്തെ ബേസ് ചെയ്ത് മാത്രമേ അർത്ഥം ഉണ്ടാക്കാവൂ. തൈത്തിരീയ ഉപനിഷത്തിലെ ഒരു ശ്ലോകത്തിൽ നമ്മൾ പറയുന്നുണ്ട്, സത്യം വദ ധർമ്മം ചര എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷമാണ് ബുദ്ധിയൈന പ്രമുദിതവ്യം, ഐശ്വര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നീ മാറരുതേ, അവ മാറ്റിവെക്കരുതേ എന്ന് പറയുന്നത്. അതായത് ഐശ്വര്യത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും ധനത്തെക്കുറിച്ചും ഒക്കെ പറയുന്നതിന് മുമ്പ് ധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ധർമ്മമില്ലാതെ നമ്മൾ അർത്ഥമുണ്ടാക്കുന്നത് ശരിയല്ല. ഈ പിന്നെ മൂന്നാമത്തെ ധർമ്മം, ഒന്നാമത്തെ പ്രഥമ പുരുഷാർത്ഥം, രണ്ടാമത്തെ അർത്ഥം, മൂന്നാമത്തെ കാമം, എല്ലാ രീതിയിലുമുള്ള ആഗ്രഹങ്ങൾ. ഇവിടെ മൂന്നാമത്തെ കാമം എന്നുള്ളത് നമ്മുടെ ധർമ്മത്തിനനുസൃതമായിട്ട് നമ്മുടെ അർത്ഥം അനുവദിക്കുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ആഗ്രഹങ്ങൾ ആകാവൂ. ധർമ്മത്തിന് നിരക്കാത്തതായിട്ടുള്ള കാമം നല്ലതിനല്ല. അത് വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനുമെല്ലാം ദോഷകരമാണ്. ഇനി അർത്ഥത്തിന് നിരക്കാത്തതായ കാമം നമ്മളെ പലപ്പോഴും സാമ്പത്തികമായി വേറെ രീതിയിലുമുള്ള നാശങ്ങളിലേക്ക് നയിക്കും. കടക്കെണികൾ, അതിനോടനുബന്ധിച്ചുള്ള മരണങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അവനവൻ്റെ അർത്ഥസ്ഥിതി അനുസരിച്ചല്ലാതെയുള്ള ആഗ്രഹങ്ങളാണ് ഇത്തരം മരണങ്ങളിലേക്ക് നയിക്കുന്നത്. ധർമ്മത്തിന് നിരക്കാത്ത രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് പ്രശ്നത്തിലേക്ക് നയിക്കും. പല രീതിയിൽ പല കോണ്ടെക്സ്റ്റിൽ എടുക്കാം. നമ്മുടെ ആസിഡ് ആക്രമണങ്ങളിൽ വരെ ഇതാണ് ഉണ്ടാകുന്നത്. മറ്റൊരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെതിരെ നമ്മൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ധർമ്മവിരുദ്ധമായ കാമമാണ്. അതാണ് കൊലയിലേക്കും ആസിഡ് ആക്രമണത്തിലേക്കും എല്ലാം നയിക്കുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് പറയാം, ഓരോന്നായിട്ട് ഞാൻ പറയില്ല, ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, ഇങ്ങനെ ഈ 3 പുരുഷാർത്ഥങ്ങളെ വേണ്ട വിധം ആചരിച്ച് നമ്മൾ പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോൾ ഇവൻച്വലി മോക്ഷം എന്നുള്ള പരമപുരുഷാർത്ഥത്തിലേക്ക് എത്തുന്നു. അതായത് പ്രഥമ പുരുഷാർത്ഥമാണ് ധർമ്മം, പരമപുരുഷാർത്ഥമാണ് മോക്ഷം. പരമമായിട്ട് നേടേണ്ട പുരുഷാർത്ഥം മോക്ഷമാണ്. മോക്ഷം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭഗവാനുമായിട്ട് ലയിച്ചു കഴിഞ്ഞു. ലയം എന്ന് പറയുമ്പോൾ ഒന്ന് മറ്റൊന്നിനോട് ചേരുന്നു എന്നുള്ള അർത്ഥമല്ല. തത്വമസി എന്നുള്ള മഹാവാക്യാർത്ഥ പ്രകാരം ഭഗവാനും നമ്മളും വ്യത്യസ്തരല്ല. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് മോക്ഷം ഉണ്ടാകുന്നത്. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം, 4 രീതിയിലുള്ള മോക്ഷങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഭഗവാന്റെ ഭാവത്തെ പ്രാപിക്കുന്ന സായുജ്യം എന്നുള്ളതാണ് മോക്ഷത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ തലം. ഓക്കെ, സാലോക്യം ഭഗവാന്റെ ലോകത്തെ പ്രാപിക്കുക, സാരൂപ്യം ഭഗവാന്റെ രൂപത്തെ പ്രാപിക്കുക, സാമീപ്യം പിന്നെ സായുജ്യം എന്നുള്ള മോക്ഷം, പരമമായ മോക്ഷം. അവിടെ നമ്മൾ തത്വമസ്യാദി മഹാവാക്യാർത്ഥം മനസ്സിലാക്കുന്നു, അതിലേക്ക് ഉയരുന്നു. ഭഗവാൻ ഞാൻ തന്നെയാണ് ഭഗവാൻ, ഞങ്ങൾ വ്യത്യസ്തരല്ല, ജീവാത്മ പരമാത്മ ഐക്യം മനസ്സിലാക്കി മോക്ഷപദം പ്രാപിക്കുന്നു. ഇതാണ് പുരുഷാർത്ഥങ്ങൾ: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മത്തിനനുസരിച്ച് അർത്ഥമുണ്ടാക്കാം, ധർമ്മത്തിന് നിരക്കുന്നതും അർത്ഥം കൊണ്ട് പറ്റുന്നതുമായ കാമങ്ങളാവാം. ധർമ്മവിരുദ്ധമല്ലാത്ത കാമം ഞാനാകുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിലൂടെ നമ്മൾ മോക്ഷത്തിലേക്ക് എത്തുന്നു. ഓക്കെ, ഇനി ശ്രീരാമൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ശ്രീരാമൻ ധർമ്മമൂർത്തിയായിട്ടാണ് അറിയപ്പെടുന്നത്. ധർമ്മത്തെ ജീവിതത്തിലുടനീളം പാലിച്ച ഒരു വ്യക്തിയാണ് ശ്രീരാമൻ.
ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ധർമ്മം ശരിയാണോ എന്നുള്ളത് ചിന്തിക്കാവുന്നതാണ്. സീതാപരിത്യാഗം, ബാലിവധം പോലത്തെ ചില കേസുകൾ നമുക്കിത് ചർച്ച ചെയ്യാവുന്നതാണ്. അത് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. എങ്കിലും ഇൻ ജനറൽ ധർമ്മത്തെ പാലിച്ച ഒരാളാണ് ശ്രീരാമൻ. ധർമ്മവിഗ്രഹമൂർത്തി എന്നാണ് പറയുന്നത്. മര്യാദാ പുരുഷോത്തമൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ശ്രീരാമൻ ധർമ്മത്തിന് നിരക്കുന്ന രീതിയിൽ മാത്രമേ അർത്ഥം നേടിയിട്ടുള്ളൂ. ശ്രീരാമന് അയോധ്യയുടെ അധികാരം കിട്ടി, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി. പക്ഷെ അതൊരിക്കലും പിടിച്ചു വാങ്ങിയതോ ധർമ്മവിരുദ്ധമായ രീതിയിൽ നേടിയതോ അല്ല. പിന്നെ ബാലിയെ കൊന്നതിന് ശേഷം സുഗ്രീവനാണ് കിഷ്കിന്ധ കൊടുത്തത്. രാവണവധത്തിന് ശേഷം വിഭീഷണനാണ് ലങ്ക കൊടുത്തത്. ഇവയൊന്നും രാമൻ പിടിച്ചടക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത അർത്ഥം നേടാൻ രാമൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ധർമ്മത്തിനും അർത്ഥത്തിനും നിരക്കുന്ന കാമം മാത്രമേ രാമനുണ്ടായിട്ടുള്ളൂ. ഏകപത്നി വ്രതക്കാരനാണ് രാമൻ. തെറ്റായ ഒന്നിനെയും രാമൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഒരു അത്യാഗ്രഹം ഒരിക്കലുമുള്ള ഒരാളായിരുന്നില്ല ശ്രീരാമൻ. അപ്പോൾ ധർമ്മവും അർത്ഥവും കാമവും അവിടെ വന്നു. മോക്ഷം എന്നുള്ളത് ഭഗവാൻ തന്നെയാണ്. സോ അതിന് വേറൊരു പ്രസക്തി വരുന്നില്ല ശ്രീരാമൻ്റെ തലത്തിലെത്തുമ്പോൾ. അപ്പോൾ പുരുഷാർത്ഥങ്ങളെ യഥാർത്ഥത്തിൽ ആചരിച്ച, വേണ്ട രീതിയിൽ ആചരിച്ച ഒരു വ്യക്തിയാണ് ശ്രീരാമൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി രാവണൻ്റെ അടുത്തേക്ക് വരാം. രാവണൻ എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ഭോഗതൽപരതയാണ്. 10 തലകൾ, ഇന്ദ്രിയങ്ങളുടെ എക്സ്ട്രീമായിട്ടുള്ള ഉപയോഗമാണ്. യാതൊരുവിധ ധർമ്മത്തെയോ അർത്ഥത്തെയോ ഒന്നും നോക്കാതെയുള്ള കാമത്തെയാണ് രാവണൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. രാവണന് ധർമ്മം എന്നുള്ളത് ഉണ്ടായിരുന്നില്ല. ഒരുപാട് അറിവുകളുള്ള വ്യക്തിയായിരുന്നു, ശ്രേഷ്ഠനായിരുന്നു ചില തലങ്ങളിൽ. പക്ഷേ ധർമ്മത്തെ ഒരിക്കലും രാവണൻ പാലിച്ചിട്ടില്ല. എത്രയോ സ്ത്രീകളുടെ ജീവിതമാണ് രാവണൻ നശിപ്പിച്ചത്. എത്രയോ പേരെയാണ് അന്യായമായിട്ടും യുദ്ധത്തിലും അല്ലാതെയും രാവണൻ കൊന്നത്. തൻ്റെ ഒപ്പം ശക്തിയില്ലാത്തവരോട് യുദ്ധം ചെയ്യുകയും അവരെ കൊല്ലുകയും ചെയ്യുക എന്ന രീതി അന്നില്ലായിരുന്നു. അതെല്ലാം പലപ്പോഴും രാവണൻ തെറ്റിച്ചിട്ടുണ്ട് യുദ്ധങ്ങളിലും എല്ലാം. കുബേരനെ ഓടിച്ച് അളകാപുരി സ്വന്തമാക്കിയതും, അങ്ങനെ ലങ്കയുടെ കാര്യം കുറേ ഉണ്ട്. അളകാപുരി അല്ല, ലങ്ക സ്വന്തമാക്കിയത്. അങ്ങനത്തെ കുറേ കഥകളുണ്ട്. വിശദമായിട്ട് കിടക്കുന്നില്ല. രാവണനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. രാവണ നോട്ട് എ ലവിങ് ബ്രദർ ബട്ട് എ ലസ്റ്റി ഇൻവേഡർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് താല്പര്യമുള്ളവരൊന്ന് കേൾക്കുക. അപ്പോൾ രാവണൻ്റെ കേസിൽ ധർമ്മത്തിനനുസരിച്ചല്ല അർത്ഥം നേടിയത്. ധർമ്മത്തിനും അർത്ഥത്തിനും നിരക്കുന്ന രീതിയിലുള്ള കാമങ്ങളല്ല രാവണനുണ്ടായിരുന്നത്. ധർമ്മത്തിന് ഒട്ടും നിരക്കാത്ത സീതയോടുള്ള കാമമാണ് രാവണൻ്റെയും ലങ്കയുടെയും ഒരു പരിധിവരെ നാശത്തിന് വഴിതെളിച്ചത്. രാവണന് തൻ്റെ സഹോദരങ്ങൾ, വിഭീഷണൻ ഒഴിച്ചുള്ള സഹോദരങ്ങൾ, മക്കൾ, രാജകൊട്ടാരം, ജീവൻ എല്ലാം നഷ്ടപ്പെട്ടു രാവണൻ. വിഭീഷണൻ ഒരാൾ ധർമ്മത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ലങ്കയ്ക്കൊരു പിന്തുടർച്ചാവകാശി ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ലങ്കയിൽ ആരും അവശേഷിക്കുമായിരുന്നില്ല. അപ്പോൾ ഇതാണ് ധർമ്മവിരുദ്ധമായ കാമം എന്താണ് വരുത്തി വയ്ക്കുന്നത് എന്നുള്ളതാണ് രാവണൻ്റെ ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ മോക്ഷം എന്നുള്ളത് വിദ്വേഷഭക്തി മൂലം രാവണന് മോക്ഷം കിട്ടി എന്നൊരു വാദമുണ്ട്. പക്ഷെ അത് നമുക്ക് മനുഷ്യരുടെ നിലയിൽ നമുക്കത് പ്രസക്തമായിട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ പുരുഷാർത്ഥങ്ങളെ യഥാർത്ഥത്തിൽ ആചരിച്ച ശ്രീരാമനും അവയെല്ലാം തകിടം പറിച്ച രാവണനും 2 എക്സ്ട്രീം വിരുദ്ധ ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. രാമായണം വായിക്കുമ്പോൾ ഇത് എപ്പോഴും ഓർക്കുക. പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് ഓർക്കുക, പഠിക്കുക, ആചരിക്കുക. ആചരണമില്ലാത്ത ജ്ഞാനം വെറുതെയാണ്. അപ്പോൾ ആചരിക്കുക. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ചിന്തയിലും വാക്കിലുമെല്ലാം ധർമ്മം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ? പ്രഥമ പുരുഷാർത്ഥമായ ധർമ്മം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ? സത്യം വദ ധർമ്മം ചര. ധർമ്മം നമ്മൾ ചെയ്ത് കാണിക്കേണ്ട കാര്യമാണ്. അത് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. ധർമ്മത്തിന് വിലോപം ഉണ്ടാകുമ്പോഴാണ് എല്ലാ വിധത്തിലുള്ള തെറ്റുകളും ഉണ്ടാകുന്നത്. അപ്പോൾ ധർമ്മത്തെ എന്നും മുറുകെ പിടിക്കുക. ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അർത്ഥമുണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. അത് രണ്ടും അനുവദിക്കുന്ന രീതിയിലുള്ള ധർമ്മവിരുദ്ധമല്ലാത്ത കാമങ്ങളാകാം. ഇതിലൂടെ നമ്മൾ മോക്ഷത്തിലേക്ക് നീങ്ങുകയും വേണം. ഇതാണ് പുരുഷാർത്ഥം. പുരുഷാർത്ഥങ്ങൾ എന്താണ്, ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്താണെന്നുള്ളത് സനാതന ധർമ്മത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതിനെ ഈ രാമായണത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. താങ്ക് യു.